കൂട്ടുകാരെ ഇത് കണ്ട അച്ഛനും മകളും കൂടി വണ്ടി കഴുകിയാണ്. ഇന്ന് ഞായറാഴ്ച കഴുകോട് കഴുക തിരക്കാണ്. ശരണ്യ അല്ലേ ഇന്ന് അടുക്കള പാചകമൊന്നും ഇല്ലേ? പാചകമുണ്ടോ? എന്നാണ് ഇന്ന്? നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ല എന്താണ് ഇന്നത്തെ വീഡിയോ? ആണോ? അല്ലേ വണ്ടി കഴുകി നിന്നാ മതിയാ, ഉച്ചക്ക് ഭക്ഷണമൊന്നും റെഡിയാക്കണ്ടേ? എന്നാ ഇത് കഴുകിയിട്ടൊക്കെ പറ. ശരണ്യ ചുമ്മാ വെറുതെ അതിൻ്റെ പുറത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നിൽക്കുകയാണ്. അച്ഛനാണ് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നത്. ആണോ? ശരണ്യാണ് ഇത് കഴുകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഈ കൂടെ കഴിയേക്കാം, ഞാൻ കൂടി സഹായിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇവിടത്തെ ആകുമ്പോൾ എളുപ്പം കാര്യം നടക്കുമല്ലോ. ഞായറാഴ്ച ദിവസത്തെ പരിപാടി. ശരണ്യ അപ്പൊ ഇനിയിപ്പോ ഏകദേശം കഴുകി തീർന്നല്ലോ. നമുക്കെന്നാ ഉച്ചക്കത്തെ എന്താന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ചെയ്യാം. ഇതെന്താണ് ചിരി? ഇതെന്താണ് കാര്യം? എന്താ രണ്ടുപേരും മുട്ടൻ ചിരിയാണ്? കാര്യം പറ. മാങ്ങായും എടുത്തു വെച്ചാണ് ചിരി. അമ്മ ഇങ്ങോട്ട് നോക്കിക്കേ. എന്താണ് എന്തോ മറക്കുന്നുണ്ട് ശരണ്യ. അപ്പൊ ഈ കൂട്ടുകാരോട് പറഞ്ഞില്ല ഇന്ന് വീഡിയോ എന്താണെന്ന്? നിങ്ങൾ തമ്മിൽ പറഞ്ഞ് ചിരിക്കാൻ കാരണം ഇങ്ങനെ തെറ്റി പറ്റിയത്. അപ്പൊ ഹായ് കൂട്ടുകാരെ എന്നും പറഞ്ഞില്ല എന്താണ് ചെയ്യണമെന്ന്. ഹായ് കുട്ടികളെ, ഷിജുച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെക്കാൻ പോകുന്നത് മാങ്ങാക്കറി, കപ്പങ്ങ തോരനും ചെമ്മീനുണ്ടോ? എന്നാ എനിക്കൊരു കറി കൂടി വേണം. രസം വേണം. ആഹാ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ രസത്തിൻ്റെ ഇത് തക്കാളിയൊക്കെ മേടിച്ചോണ്ട് വന്നോണ്ടല്ലേ. അപ്പം രസവും വേണം കേട്ടോ. അപ്പൊ ഇന്ന് മാങ്ങാക്കറിയാണല്ലേ? പക്ഷെ ശരണ്യ ഈ മാങ്ങയല്ല യഥാർത്ഥത്തിൽ മാങ്ങ, പഴം മാങ്ങ എന്ന് പറഞ്ഞ ചെറിയ മാങ്ങ. പോയേ മാങ്ങ ഉടഞ്ഞു കിട്ടി. അല്ല ചെറുത് കിട്ടിയാലമ്മ. ചെറുതില്ല, ഞാൻ നോക്കിട്ട്. അപ്പൊ ശരണ്യ ഇതൊന്ന് എന്താന്ന് വെച്ചെന്നാ നേരെ രണ്ടെണ്ണം നമുക്ക് കറി വെക്കാം. അതെ. അപ്പൊ തിന്നുകയും ചെയ്യാം ഒരെണ്ണം. അപ്പൊ കൂട്ടുകാരെ നല്ല അടിപൊളി മാങ്ങായാണ് കിട്ടിയിരിക്കുന്നത്. ഈ മാങ്ങ ചെത്തി ഇച്ചിരി ഉപ്പും മുളകും കൂടെ വെച്ച് തിന്നാലോ? അങ്ങനെ തിന്നാം. രണ്ടെണ്ണം കറിയും വെക്കാം, മാങ്ങാക്കറി. കൂട്ടുകാരെ മാങ്ങാക്കറി ഇവിടെ ആകപ്പാട് ഇഷ്ടമുള്ള ഞങ്ങൾ രണ്ടുപേരെ. ഇവർ രണ്ടുപേരും തൊടിയല്ല, ഒരു പ്രാവശ്യം വെച്ചിട്ടൊന്നും തൊട്ടില്ല അല്ലേ? ഇഷ്ടമല്ല മധുരമുള്ള കറിയൊന്നും അച്ഛനും അമ്മയ്ക്കും. അപ്പൊ നമുക്ക് കറിയിലാട്ട് പോയേക്കാം. ശരണ്യ അങ്ങനെ അതെ പഴമൊക്കെ ചെത്താൻ തുടങ്ങി. അച്ഛോ ദേ പഴം ചെത്താണ് ഒരാള്. മറ്റേ ഇത് മാമ്പഴം. എന്നാ വാച്ചാ നമുക്ക് മുളകും കൂട്ടി കഴിക്കാം. ശരണ്യ മറ്റേ ആ തൊലി ചെയ്യുന്ന സാധനം കൊണ്ട് ചെത്തിയാ പോരാ. പക്ഷെ അല്ലതേ നമ്മുടെ അച്ഛൻ വന്നു. വിളിച്ചിട്ട് അച്ഛൻ വന്നില്ലെന്ന് പറയല. അച്ഛനും എത്തി, അമ്മയുണ്ട്. ഇതെന്തിനാണെന്ന് അറിയാവാ? അച്ഛനും മകളും കൂടി വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നമ്മ. ഞാൻ അവിടെ നിന്ന് ശരണ്യനെ വിളിച്ചോണ്ട് പോന്നു. ഞാനില്ല ചേട്ടാ. അല്ല ഞാൻ വണ്ടി കഴുകിയല്ലേ, ഞാനില്ല.
ഇച്ചിരി വെള്ളം ഇങ്ങനെ ചീറ്റി ശരി സത്യല്ലേ ആ വണ്ടി അത് ആ വീഡിയോ കാണുമ്പോ അറിയാൻ പറ്റും ശരണ്യ ആരാണ് ചേച്ചി കഴിക്കണത് സത്യം ഏതായാലും ഞാൻ മുഹമ്മന്ന് വരുമ്പോ കണ്ട കാഴ്ചയാണ്. ഞാൻ വണ്ടി വെച്ചും ടൂ വീലർ വെച്ചും വരുമ്പോ കണ്ട അച്ഛനും മകളും കൂടി കഴിക്കുകയാണ്. അങ്ങനെ വർത്താൻ പറയരുത് നീ അച്ഛനും മകൾ ശരണ്യക്ക് സൈഡ് മാത്രം നിൽക്കരുത് അങ്ങനെയല്ല. ഞാൻ എന്നാ പറയണ അച്ഛനും മകളും കൂടി വണ്ടി കഴുകുന്നു. എന്നെ വെള്ളം ഇങ്ങനെ പൈപ്പ് ശരണ്യക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ശരണ്യ ഇങ്ങനെ ചീറ്റിച്ച് അതിന് വെള്ളം ഒഴിച്ച് അപ്പൊ ഇത് വെള്ളം ഒഴിച്ചുകൊണ്ടൊന്നും ആകെയല്ല. അതൊന്ന് നനഞ്ഞ തുണിയിട്ട് കഴുകുമ്പോഴല്ലേ അതിന്റെ ആ പൊടി മാറിക്കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ഞാൻ കുറേ അടിച്ച തുണി നനച്ച് ശരണ്യ ഇച്ചിരി ആ പൊക്കത്തിരുന്ന നിങ്ങൾ ആരും വിഷമിക്കണ്ട, നിങ്ങൾ ആരും തർക്കിക്കണ്ട. വണ്ടി കഴുകിയത് ഞാനാണ്. തീർന്നല്ല, നിങ്ങൾ രണ്ടുപേരും കഴുകിയില്ല. ഞാൻ പിന്നെ എന്നെ സഹായിക്കാൻ അമ്മയുണ്ടായിരുന്നല്ലേ അമ്മ? രണ്ടുപേരും കൂടി വണ്ടി തേച്ച് കഴുകി. ആ കണ്ട, ഞങ്ങളെ ഷാമ്പു ഒക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്മേ ഇവര് രണ്ടുപേരും ഒറ്റക്കെട്ടായി വന്നെ കണ്ട. അത് ഒരുപാട് ഷാമ്പുണ്ട്, അത് വിഷമിച്ച് കുളിച്ച് കാണും. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെയല്ല കൂട്ടുകാരെ, ഞങ്ങൾ രാവിലെ ഞാനും അമ്മയും കൂടി വണ്ടി നന്നായിട്ട് കഴുകിയിട്ട് ഇവര് എന്നിട്ട് അതിന്റെ പുറത്ത് കൊണ്ടുപോയി ഇച്ചിരി വെള്ളമൊക്കെ കോരി ഒഴിച്ചേച്ചു. വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും, ഏത് മക്കൾക്ക് അറിയാൻ പറ്റും. അല്ല ഷിജുവനെ നമ്മള് കഴുകിയ ഇവര് കണ്ടില്ല, പിന്നെ അവര് അതിന്റെ പുറത്ത് കൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു. അത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇപ്പൊ ഞാൻ എന്നാങ്കിലും അവിടെ അത് ചെയ്തെന്നാ അത് വീഡിയോ എടുക്കാൻ ആളില്ല. അപ്പൊ എന്നാ അച്ഛനും മകളും ശരണ്യ സത്യം പറഞ്ഞാൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് അച്ഛനാണ് കഴിയെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നായിരുന്നു. അല്ല ഞാനത് പറഞ്ഞില്ല ശരണ്യ അല്ല ഷാമ്പു ഇട്ടതും വെള്ളം ഒഴിച്ചതും അല്ലാതെ പൂളിയിട്ട് ശരണ്യക്ക് അതില് മുളക് പൊടിയാ മല്ലിപ്പൊടിയാ ഏതാണ്ടൊക്കെ ഇടണോന്ന് പറയണ കേട്ടായിരുന്നല്ലേ? ആ മുളക് പൊടി അത് തന്നെ. ആ കറി വെക്കണുണ്ട്. എന്നാ ചെത്തിക്കോ കണ്ട അടിപൊളിയാണ്. ചെത്തിക്കോ. അതെ ശരണ്യ അത് ചെത്താൻ തുടങ്ങി. അങ്ങനെ അത് കാരണം വണ്ടിയുടെ വിഷയം മാറി മാങ്ങയിലേക്ക് ശ്രദ്ധ തിരിച്ചു. കണ്ട ശരണ്യ അതങ്ങോട്ട് ചെത്തിയില്ലേ? എന്നാണ് അപ്പൊ ഇത് ഇനി അങ്ങോട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടണം അല്ലേ? ആ ഉപ്പ് ഇടുവല്ലേ ശരണ്യ? അച്ഛൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണെങ്കിലും അത് ചെയ്യുന്നത്. അത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അത് അന്നേരം കിട്ടുന്ന ടേസ്റ്റ് കഴിച്ചു പോകുമ്പോ ചക്കയുടെ അകത്ത് ഇതുപോലെ ഇട്ട് പൈനാപ്പിളിന്റെ മുളക് ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ്. ശരണ്യ അരിഞ്ഞു തീർന്നല്ലേ? അപ്പൊ കൂട്ടുകാരെ കണ്ട അടിപൊളി പഴമാങ്ങയാണ്. നിങ്ങൾ എല്ലാരും പൊരി അത് കറി വെക്കാൻ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, മാങ്ങാക്കറി. ആ അപ്പൊ നമുക്കിനി മുളക് പൊടിയൊക്കെ ഇടാം അല്ലേ? ശരണ്യ അതേ മുളക് പൊടിയൊക്കെ എടുത്തിട്ടുണ്ടല്ലേ? അങ്ങനെ ഇച്ചിരിശ മുളക് പൊടിയൊക്കെ തൂളി കൂട്ടുകാരെ കണ്ട അതേ മുളക് പൊടിയൊക്കെ ഇച്ചിരിശ തൂളിയിട്ടുണ്ട്. ആഹാ ഇത് കാണുമ്പോ തന്നെ ആ ഇച്ചിരി ഉപ്പ് കൂടി ഇടണുണ്ടല്ലേ ഇതില്? അതെ കൂട്ടുകാരെ നിങ്ങൾ എല്ലാരും വരൂ, നമുക്ക് ഒന്നിച്ചിരുന്ന് എന്നാണ് പറഞ്ഞത്? എന്നാ ഒന്ന് കഴിച്ച് കാണീര് കൂട്ടുകാരെ. ആ എടുക്ക. അമ്മ എന്താണ് എടുക്കാൻ മടിക്കുന്നത്?
നല്ല പരമാങ്ങയാണ് കേട്ടോ. ഷിജുമോൻ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ കഴിക്കും അപ്പൊ ഞാൻ തീർച്ചയായും. എന്നിട്ട് മകനോട് അഭിപ്രായം പറയാം. ആ അമ്മ കഴിച്ചാ? സൂപ്പറാണ്. ശരണ്യ കഴിച്ചില്ലേ? ആ ശരണ്യ നമുക്ക് ഇച്ചിരി മുളക് പൊടിയല്ല ഇങ്ങനെ കണ്ട ശരണ്യ വെരുട്ടണ കണ്ട. ആ വെരുട്ടിയിട്ട് ഇങ്ങനെ എടുക്കണം. ആ എടുത്തിട്ട് ഓ അല്ല, ഞാൻ സൂപ്പർ. തലകുലുക്ക് കണ്ട, ഞാൻ ഒരു വർഷം കഴിച്ചോട്ടെ. ആ തലകുലുക്ക് കണ്ട. അടിപൊളിയാ. അതെ അടിപൊളിയാണ്, സൂപ്പർ. ഒന്നും പറയാനില്ല. നല്ല മാങ്ങയാ. നല്ല മാങ്ങായ. ഷിജുമോൻ വരുമ്പോ നമുക്ക് തീർത്തല്ല. വരച്ച് വെച്ച് അല്ല അപ്പൊ കൂട്ടുകാരെ വീഡിയോയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക്. കാരണം ഞാൻ വീഡിയോ പറഞ്ഞോണ്ടിരിക്കും, അവിടെ മാങ്ങ തീരും. അപ്പൊ വീഡിയോയ്ക്ക് ചെറിയൊരു ബ്രേക്ക്. കൂട്ടുകാരെ അങ്ങനെ മാങ്ങായൊക്കെ കാലിയാക്കി ഞങ്ങൾ എല്ലാരും കൂടി അല്ലേ? ഇപ്പൊ ഞാൻ മാത്രമേ തിന്നാൻ. ആണോ? അച്ഛനാണെങ്കിൽ തേങ്ങ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. അച്ഛൻ മാങ്ങ കഴിച്ചത് വേണ്ടേ? ശരണ്യ തന്നേ, ഞാനും എടുത്ത് കഴിക്കാൻ ചെയ്തു. അതുകൂടി കഴി. ശന്യ കൊണ്ടുവന്ന് തേങ്ങായും പൊട്ടിച്ച് കൊടുക്കട്ടെ. കഴിക്ക്. ശന്യ പുറകെ കൊണ്ടു നടക്കുന്നു. എനിക്കൊരു എന്റെ കയ്യിൽ ഇരിക്കാം. ആ അതെ. അപ്പൊ അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണല്ലേ. അമ്മയാണെങ്കിൽ ഇതേ ഇല്ലേ അവിടെ ഇത് ചെയ്യുന്നു. എന്നാണ് തേങ്ങ ചിരണ്ടുന്നു. അങ്ങനെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു. ആഹാ അത് കൊള്ളാം. അതാണ് സ്നേഹം. അപ്പൊ ഇനി ശരണ്യ കഴിച്ചോ. പിന്നെ ഇനി മാങ്ങയുടെ കറിയല്ലേ? ആ ഇനിയാണ് പണി കിടക്കണത്. മാങ്ങാക്കറി വെക്കാൻ തേങ്ങ തരണ്ടിയാണ്. ആ അച്ഛൻ വെള്ളവും കുടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്കിനി മാങ്ങ കഴിയണം. ആ കഴിച്ചു നോക്ക്. പിടിച്ചില്ലേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? ആ ചിരിച്ചണ്ട് കുടിക്കണ്ട. ആ അതെ. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇവിടത്തെ കഥകള് അല്ലേ? അതെ. അപ്പൊ ശരണ്യ ബാക്കി അപ്പൊ തേങ്ങയൊക്കെ ചിരണ്ടി എല്ലാം ചെയ്ത് വെച്ച് നമുക്ക് കൂട്ടുകാരെ കാണിക്കാം അല്ലേ? ശരണ്യ മാമ്പഴമൊക്കെ ചെത്തി റെഡിയാക്കിയല്ലേ? ചെത്തി റെഡിയാക്കി നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് എല്ലാ കൂട്ടുകാരെ നല്ല അടിപൊളി മാമ്പഴാണ് അല്ലേ? ആണ്. അപ്പൊ ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കണം. കഴുകി ഞാൻ ഒന്ന് കഴുകിയതാ. ഒന്നുകൂടെ ഒന്ന് ഇന്ന് വേണ്ടി കഴുകിയത്. കഴുകിയെടുക്കും. ഞാൻ വീഡിയോ അടിക്കുകയായിരുന്നു. ശരണ്യ എന്താണ് ചെയ്യണമെന്നറിയാം. ഞാൻ കപ്പങ്ങ എന്തിനാണ് അമ്മയെന്ന് വിളിച്ചത്? ഞാൻ എടുക്കാൻ പോയപ്പോഴേ കപ്പങ്ങ പഴുത്തിരിപ്പുണ്ടായില്ലേ? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഇപ്പൊ മാങ്ങ കഴിച്ച കാരണം ഇനി ഇപ്പൊ കപ്പങ്ങ വേണ്ട. നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കപ്പങ്ങ പഴുത്തത്. ചായയുടെ കൂടെ എനിക്ക് ഫ്രൂട്ട്സ് മതി. എനിക്കല്ലാതെ എണ്ണ പലഹാരം ഒന്നും വേണ്ട. ഇവിടെ എണ്ണപ്പലഹാരം ഉണ്ടാക്കുന്നില്ലല്ലോ. വേണ്ട. എന്തുകൊണ്ടാക്കി അപ്പൊ ഇതെന്താണ് ചെയ്യണമെന്ന് കൂട്ടുകാരോട് പറഞ്ഞു. തോരൻ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. എന്നാണ് സാധനം എന്ന് പറഞ്ഞില്ല. കപ്പങ്ങ. പച്ച കോവക്കായ. നമ്മളിവിടെ പപ്പായ എന്നാണ് പറയുന്നത്, കപ്പങ്ങ എന്നും പറയും അല്ലേ? നിങ്ങൾ അവിടെയൊക്കെ എന്തൊക്കെ പേരാണെന്ന് ഒന്ന് അമ്മ എന്നാണ് അരക്കണത്? മോര് കാച്ചണം. ശരണ്യ അല്ലെ മാങ്ങക്കറി ആയില്ലേ? എന്നാ കൂട്ടുകാരോട് പറഞ്ഞു എന്തൊക്കെയാണ്. ഓ ഈ മഞ്ഞ പഴത്തിന്റെ പുറത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്നും കാണാൻ മേല. മഞ്ഞ നിറത്തിലുള്ള മഞ്ഞപ്പൊടി ഇട്ടു. നമുക്ക് ഇച്ചിരി മുളക് പൊടി അതിടുമ്പോ കളർഫുള്ളാണ്. ഇച്ചിരി മുളക് പൊടി നമുക്ക് ഇടാം. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട് മാമ്പഴക്കറിക്ക് വേണ്ടി മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട്. ഇനി എന്നാണ്? ഉപ്പ്. ശരണ്യ പാചകം ചെയ്യാനായിട്ട് ഈ ഗ്യാസിലാണോ വെക്കണം? ഈ ഗ്യാസ് നമുക്ക് കിട്ടാനില്ല കൂട്ടുകാരെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? ചെയ്യാൻ പറ്റുമോ? ഏതായാലും നമുക്ക് CNG കിട്ടിയ വലിയ ഉപകാരമായല്ലേ? തീർന്നാലും അതിമേ വെക്കാം. അപ്പൊ ഇതില് വെള്ളമൊക്കെ ഒഴിച്ചാ? ആഹാ കൂട്ടുകാര് ഇതിന് വേണ്ട, ഇതുമേ വെച്ചോ.
തക്കാളി വെച്ചിട്ടുണ്ട്. തക്കാളിയാ? ആ, മറ്റേ രസത്തിന് വേണ്ടി. ഇപ്പൊ നമുക്ക് മൂടി വെക്കാം. ആ, ഇതപ്പൊ ഇനി ഒന്ന് കാണിച്ചു തന്നു കൂട്ടുകാരെ. കണ്ടാ കൂട്ടുകാരെ, അപ്പൊ ഇത് ഇനി ഇരുന്ന് വേകണം അല്ലേ? വേകണം. അപ്പൊ ശരണ്യത ആ അടപ്പേ തക്കാളി വെച്ചിരിക്കുകയാണ് അല്ലേ? ആ, കണ്ട അതെ, തക്കാളി ഇരുന്ന് വെന്തണ്ടിരിക്കുന്നു. അപ്പൊ ഇനി എന്നാണ് ശരണ്യ ചെയ്യാൻ പോണത്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ, കപ്പങ്ങ തോരൻ വെക്കാം. കപ്പങ്ങ തോരൻ വെക്കാൻ പോകും. അമ്മ അതെ ആ നേരത്തിരുന്ന് സവോള ഉള്ളി അല്ലേ? കടുക് വറുക്കാൻ. കടുക് വറുക്കാൻ. മാങ്ങാക്കറിക്കും ആ, കപ്പങ്ങായ്ക്കൊക്കെ കടുക് വറുക്കല്ലേ. ആ, അത് ചെയ്തോണ്ടിരിക്കുക. ഉള്ളി അരിയും. ശരണ്യ, എന്തോ? ഇതെന്നാണ് രണ്ട് അടപ്പേ ചെയ്യണത്? ഇത് തോരൻ. ആ, തോരത്തിന് വേണ്ടിയാണോ? കപ്പങ്ങ. കപ്പങ്ങ തോരൻ. ആ, പിന്നെ പിന്നെ ഇത് നമ്മൾ മാങ്ങ വേവിക്കാൻ ആ, വേണ്ടി മാങ്ങ വേവിക്കാൻ വെച്ചതാണല്ലേ? ചെയ്യാം. അപ്പൊ അങ്ങനെ രണ്ടടപ്പേ പരിപാടി നടക്കിയ. ഇപ്പൊ പകൽ നടത്തിക്കൊണ്ടിരിക്കുക. ആ, അപ്പൊ ഇതൊന്ന് വെന്തിട്ടൊക്കെ കാണിക്കല്ലേ? നമ്മള് തോരൻ ഇത് മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണല്ലേ? ആണ് ചെയ്തിട്ടുള്ള. അല്ലല്ലേ ശരണ്യ? രണ്ടടപ്പേലല്ലേ മൂന്നടപ്പേ പരിപാടി നടക്കണുണ്ട്. അതെന്താ പറയാഞ്ഞത്? ഞാൻ രസം വെച്ചോണ്ടിരിക്കുക. ആഹാ, മൂന്നടപ്പേലാണ് പരിപാടി നടക്കണത്. തോരൻ വെച്ചിട്ടുണ്ട്, മാങ്ങാക്കറി, രസം. നേരം കൊണ്ട് നമുക്ക് രസം അങ്ങോട്ട് വെക്കാമെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. രസം വെച്ചോണ്ടിരിക്കുക. രസം വെച്ചോണ്ടിരിക്കാം. അമ്മയാണെങ്കിൽ ഇത് ആ നേരത്ത് ഇത് എന്നാണമ്മ സാരിയുടെ പേരെന്നാണ്? സെറ്റ് സാരി കഴുകിയൊക്കെ വിരിക്കുന്നു. അമ്പലത്തിൽ പോയ നമ്മുടെ അച്ഛനാണെങ്കിൽ ഇതേ കണ്ടത് ഒരു കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ടൊക്കെ എടുത്തു വെച്ച് കൊണ്ടുപോകാൻ പോകുന്നു. അപ്പോൾ അച്ഛൻ പോയിട്ട് വാ. അപ്പോൾ ആ നേരത്ത് ബാക്കി കറിയൊക്കെ റെഡിയാവും. അമ്മ ദേ ഗേറ്റൊക്കെ തുറന്ന് കൊടുക്കുന്നു. നല്ല വെയിലാണ്. അച്ഛൻ ഈ വണ്ടി എടുത്തോണ്ട് പോയാൽ പോരാഞ്ഞോ? ആ, എന്നാ പോയിട്ട് വാ. തന്നെയാ എന്തോ? അവിടെ അച്ഛൻ്റെ സാധനം കൊണ്ടൊരു കടയിൽ കൊടുക്കാൻ പോയി. അമ്മ അവിടെ തുണി വിരിക്കുന്നു. ഇരുന്ന് ഞാൻ ദേ രസം വെക്കുന്നു. രസം വെച്ചാ? രസം വെച്ചു. ആഹാ, കണ്ടോ നല്ല അടിപൊളി രസമാണല്ലേ? സൂപ്പർ രസം. ഓ, കുത്തിക്കഴിഞ്ഞാൽ പറയാനുള്ളത് നല്ലതാണോ ഇല്ലയോ നമുക്കറിയാം. കൂട്ടിക്കഴിയുമ്പോഴായിരിക്കും നല്ല രസമല്ലേ? എങ്ങനെയാന്ന് പറയണം കൂട്ടിക്കഴിഞ്ഞേ. ആ ആ, ഏതായാലും അത് കാണുമ്പോ തന്നെ അറിയാം കൂട്ടുകാരെ, അത് നല്ല ഒരു രസം തന്നെ. ഞാനെല്ലാം ചേർത്തിട്ടുണ്ട്, ചേർക്കാൻ പറ്റിയതെല്ലാം ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇരിപ്പുണ്ട്, അതും കൂടി ചേർത്താൽ. മല്ലിയില ഉണ്ടായി ഇവിടെ ഇട്ടു. രസത്തിന് ഏറ്റവും നല്ലതാ അല്ലേ? രസത്തിന്റെ കഴിഞ്ഞില്ല ഞാൻ ശരണ്യ. രസത്തിന് കഴിഞ്ഞു. ഇപ്പത്തേ ഞാൻ മോര് കാച്ചുക. മോര് കാച്ചിയാണോ? മോര് കാച്ചി അന്ന് ഇങ്ങോട്ട് വെച്ചൊന്ന് കൂട്ടുകാരെ കാണിച്ചേരെ. ആ, അപ്പൊ അതെ തോരനും ഒക്കെ റെഡിയായില്ല ശരണ്യ? അടിപൊളി തോരനാണല്ലോ റെഡിയായിരിക്കണം. ആ, എന്തേ മോര്? ആ, അവിടെ ഇരുട്ടായോണ്ടേ കാണാൻ പറ്റിയല്ല, അതാണ് ഇങ്ങോട്ട് മാറ്റി വെച്ച്. അടിപൊളി മോര് അല്ലേ? പച്ചമോര് കൂടിയുണ്ട്. നമ്മുടെ മാമ്പഴക്കറി എവിടെ മതി? ആ, അരപ്പ് ചേർക്കാം. ആ, ഇതിൽ ഇനി അരപ്പ് ചേർക്കാം. ഓടി നടന്ന് പണി ചെയ്യണല്ലേ ശരണ്യ? പണി തീർക്കാം. അപ്പൊ അതെ ഇതൊക്കെ എന്തിനു വെച്ചിരിക്കും? നമുക്ക് നമ്മുടെ മാങ്ങക്കറിക്ക് കടുക് വറുക്കാൻ വേണ്ടി. ആ, ശരണ്യ തോരൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നണം അല്ലേ? എനിക്ക് പാത്രം ഒന്നും കഴിയിട്ടില്ല. ആ. അപ്പൊ ഇതെല്ലാം കൂടെ പാത്രത്തിട്ട് ആക്കോടെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴുകാവണം. ആ, അന്നേരം ഉള്ളതെന്നാ മാറ്റണം അല്ലേ? മാറ്റിയാ വേണം. അങ്ങനെ വെച്ചാൽ കറി എല്ലാം വെച്ചാൽ വേണം. ആ, കറിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഉടനെ മാറ്റും. അതാണല്ലേ ആ രസമൊക്കെയാണ് ആയിരിക്കണതല്ലേ? രസവും മോര് വെച്ചതും കേട്ടാ. ആ, ഇനി അടുത്തതും വെച്ച് മൂടിയാണ്. മൂടാൻ പോവാ. കണ്ട മൂടണ കണ്ട ശരണ്യ? അങ്ങനെ തോരൻ വെച്ച് മോര് കാച്ചിയത് രസം. ഇനി മാങ്ങക്കറിക്ക് നമുക്ക് അരപ്പ് ചേർക്കാൻ എന്തൊക്കെയാണ്? ആ, അതെന്നാക്കിയാണെന്ന് പറഞ്ഞു കൊടുത്തേ. ചേർത്തില്ല. ആ, മഞ്ഞപ്പൊടി ഇടണം അല്ലേ? ആ, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇട്ട് അതെന്നാണ് ശരണ്യ? ജീരകം. ആ, ജീരകം. ഇത് വളരെ ഏലക്കായ. ആ, ജീരകം ഇടാൻ പോയാണ്. ജീരകം. അങ്ങനെ കണ്ട ജീരകം ഇട്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് 2-3 കഷ്ണം വെളുത്തുള്ളി പൊളിച്ചെടുക്കണം. ആ, എടുത്തിട്ട് കാണിക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് വെളുത്തുള്ളിയും കൂടെ വെച്ച് എല്ലാം കൂടെ അരച്ചിട്ട് കാണിച്ചു തരാം. ശരണ്യ അത് തുറന്ന നമ്മുടെ മാങ്ങ കണ്ട വെന്തുടഞ്ഞു. ആഹാ, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇനി അരപ്പ്
ചേർത്താലോ? പിന്നെന്താ, നമുക്ക് അങ്ങോട്ട് അരപ്പ് അങ്ങോട്ട് കൂട്ടുകാരെല്ലാം പോരും, നമുക്ക് അരപ്പ് ചേർത്തേക്കാം. നമ്മുടെ മാങ്ങ കറി കളറായി. നമ്മുടെ മാങ്ങാക്കറി അരക്കാണ്. എന്താ ശരണ്യ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ, പക്ഷെ ഈ വീട്ടിൽ നമുക്ക് രണ്ടുപേർക്കും ഇത് ഇഷ്ടമുള്ളല്ലേ? എന്ത് ചെയ്യാൻ, ഇവർക്ക് നല്ല കറി അവർക്ക് അവർക്ക് എപ്പോഴും എരിവുള്ള കറിയാണ്, മധുരമുള്ള കറിയൊന്നും അവർക്ക് ഇഷ്ടമല്ല രണ്ടുപേരും. ഞങ്ങൾ രണ്ടും അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾ എല്ലാം ചേമ്പിച്ച ലാസ്റ്റ് വന്നത് ഇങ്ങനെ ഒഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണല്ലേ? നമ്മൾ തേങ്ങയുടെ വിലക്കും ഈ എണ്ണ വിലക്കൊന്നും തേങ്ങയുടെ അരപ്പ് കളയാൻ പാടില്ല. അങ്ങനെയാണല്ലേ? ആര് ചെയ്തില്ലേലും നമ്മൾ ചെയ്യണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ മാങ്ങാക്കറി, മാമ്പഴം. അടിപൊളിയാണ്. നീ ഇതിന് കടുക് വറുക്കുക. കടുക് വറുത്ത് നമ്മൾ കൂട്ടും. സൂപ്പർ. സൂപ്പർ. എന്റെ ശരണ്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ്. പൈപ്പാട്ട് എപ്പോഴും മാങ്ങാക്കറിയും ചക്കക്കുരുമെഴുക്കോട്ടി ഉണക്കമ്മയും വറുത്തത് ഇവിടെ സത്യം പറഞ്ഞ ഉണക്കമീനിന്റെ പരിപാടി നമ്മൾ ഇതുവരെ ഇവിടെ വന്ന പിന്നെ ഉണക്കമീൻ കൂട്ടാത്ത. സൂപ്പർ. അപ്പൊ നമ്മുടെ മാങ്ങാക്കറിയായി. കടുക് വറുക്കട്ടെ. കൂട്ടുകാരെ, കടുകൊക്കെ വറുക്കാൻ തുടങ്ങി. അമ്മയും മകളും കൂടിയാണ് അല്ലേ? ലാസ്റ്റ് കടുക് വറുക്കാനൊക്കെ കൈ കൊള്ളും, ശരണ്യയുടെ കൈ കൊള്ളും. അതുകൊണ്ട് അപ്പൊ വറുത്ത മൂത്ത് വന്നല്ലേ? ഇതെന്താണ്? തുള്ളി മുളക് പൊടിയൊക്കെ ഇട്ടാ ഒരു തുള്ളി ഇതില്. അപ്പൊ വറുത്തത് ഇത് അമ്മയാണ് ഒന്ന് മൂപ്പിച്ചൊക്കെ സഹായിച്ചേച്ചു. അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞേക്കണേ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇത് ഒഴിക്കാൻ പോവാണ്. മാങ്ങാക്കറിയിലായിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട് അല്ലേ? എല്ലാം ചേർത്ത്. ഇനി നമുക്ക് അരപ്പ് കളയാൻ പാടില്ല. അങ്ങനെയും ചെയ്യും. ഒരു തുള്ളി പോലും കളയരുത് അല്ലേ? അപ്പൊ കൂട്ടുകാരെ, ഇത് കണ്ട, ഇത് കാണുമ്പോ തന്നെ ഒരു ഭംഗിയില്ലേ? ഇളക്കട്ടെ. ഇളക്കിക്ക്. ഇന്ന് അമ്മ ഇച്ചിരി കഴിക്കും. അമ്മേനെ കൊണ്ടും കഴിപ്പിക്കും, അച്ഛനെ കൊണ്ടും അല്ലേ? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ അമ്മേ? ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ, നമ്മളതേ കണ്ട കറി ഇളക്കി കഴിഞ്ഞപ്പോ നല്ല സെറ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് മൊത്തം പച്ചക്കറിയാണ്. എന്തൊക്കെയാണ് വെച്ചത്? രസം, മോര് കാച്ചിയത്, പച്ചമോര് എടുത്തില്ല എടുക്കണം. പിന്നെ കപ്പങ്ങത്തോരൻ, മാമ്പഴക്കറി. അപ്പൊ കൂട്ടുകാരെ, എല്ലാരും അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദികൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.